മഹാഭാരത കഥകളിലേക്ക് സ്വാഗതം കൂട്ടുകാരെ. വൈശമ്പായന മഹർഷി ജനമേജയ മഹാരാജാവിനോട് മഹാഭാരത കഥ പറയുന്നത് തുടരുകയാണ്. കുറച്ചുകാലം സരസ്വതീ നദീതീരത്ത് താമസിച്ച പാണ്ഡവർ പിന്നീട് കാമിക വനത്തിലേക്ക് പോയി. അവിടെ ദ്രൗപദിയോടൊപ്പം അവർ കുറെ കാലം താമസിച്ചു. അപ്പോഴാണ് അവിടേക്ക് ശ്രീകൃഷ്ണ ഭഗവാനും മാർക്കണ്ഡേയ മുനിയും എത്തിച്ചേരുന്നത്. രാജ്യപാലനത്തെക്കാൾ ശ്രേഷ്ഠമാണ് ധർമ്മപാലനം എന്ന് ഭഗവാൻ യുധിഷ്ഠിരനോട് പറഞ്ഞു. ദാനം, സത്യം, ബുദ്ധി, തപസ്, ഭക്തി, ക്ഷമ എല്ലാം ധൈര്യമടക്കം യുധിഷ്ഠിരൻ മഹാരാജാവിന് ഉണ്ട്. അതുകൊണ്ട് അങ്ങ് ധർമ്മരാജാവെന്ന് അറിയപ്പെടുമെന്ന് ഭഗവാൻ അരുളി ചെയ്തു. തുടർന്ന് ദ്രൗപദിയുടെ അടുത്തു ചെന്ന് ഭഗവാൻ ഇങ്ങനെ അരുളി ചെയ്തു: നിനക്ക് മിടുക്കരായ മക്കളെയാണ് ലഭിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അവർക്ക് ധനുർവേദം ഇഷ്ടവും ആണ്. ആ ധനുർവേദം മകനായ പ്രദ്യുമ്നൻ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നതാണ് എന്നും അരുളി ചെയ്തു. ഭഗവാൻ വീണ്ടും യുധിഷ്ഠിരനോട് പറയുകയാണ്: രാജാവേ, ദശാർഹം, കുക്കുരം, അന്തകം എന്നീ വംശങ്ങളിലെ വീരന്മാർ അങ്ങയുടെ കൽപ്പന കാത്തു നിൽക്കുന്നു. എവിടെ എപ്പോൾ വേണമെങ്കിലും അവർ അങ്ങേക്ക് സഹായികളായി എത്തിച്ചേരും. ആ യോദ്ധാക്കൾ അങ്ങയുടെ ശത്രു സൈന്യത്തെ സംഹരിക്കും. അങ്ങേക്ക് പിന്നീട് അനായാസമായി രാജ്യം നേടിക്കൊണ്ട് ഹസ്തിനപുരത്തേക്ക് പ്രവേശിക്കാം. കൗരവരെ തോൽപ്പിക്കാം. ഭഗവാനെ തന്നെ കണ്ണിമയ്ക്കാതെ നോക്കിയിരുന്നിട്ട് യുധിഷ്ഠിരൻ ഇങ്ങനെ പറഞ്ഞു: ഭഗവൻ, അങ്ങു മാത്രമാണ് പാണ്ഡവർക്ക് സഹായം എന്നുള്ളതിനാൽ സംശയമേയില്ല, സമയമാകുമ്പോൾ ഇന്നു പറയുന്നതിനേക്കാൾ ഏറെ അങ്ങ് പ്രവർത്തിക്കുമെന്നും ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. ഞങ്ങൾ ശപഥമനുസരിച്ച് 12 വർഷക്കാലം വനങ്ങളിൽ ചുറ്റി നടന്നു കഴിച്ചുകൂട്ടി. ഇനി വിധിപ്രകാരം അജ്ഞാതവാസം കൂടി കഴിച്ചിട്ട് അങ്ങയെ തന്നെ ശരണം പ്രാപിക്കും. ഇങ്ങനെ യുധിഷ്ഠിരൻ ഭഗവാനോട് പറഞ്ഞു. ഇപ്പോഴാണ് അവിടെ ചിരഞ്ജീവിയായ മാർക്കണ്ഡേയ മുനി വന്നത്. പ്രായാധിക്യത്താൽ ക്ഷീണമുണ്ടെങ്കിലും മുനിയെ പാണ്ഡവർ സ്വീകരിച്ചിരുത്തുകയും മുനി അതൊന്നും വകവയ്ക്കാതെ അവർക്ക് വേണ്ട ഉപദേശങ്ങളും നൽകി. ധർമ്മനിഷ്ഠനായിട്ടും എനിക്ക് യാതൊരു സുഖവും ലഭിക്കുന്നില്ല. എന്നാൽ കൗരവപക്ഷത്തു നിന്ന് ചിന്തിച്ചാൽ അവർക്കാണ് എല്ലാ സുഖങ്ങളും. ഞാൻ ഇത്രയും ധർമ്മപരിപാലനം ചെയ്തിട്ടും 12 വർഷക്കാലം എനിക്ക് വനവാസം അനുഷ്ഠിക്കേണ്ടി വന്നു. എനിക്കും സഹോദരങ്ങൾക്കും എൻ്റെ പ്രിയ പത്നിക്കും. എന്തുകൊണ്ടാണ് ഇങ്ങനെ? യുധിഷ്ഠിരൻ മാർക്കണ്ഡേയ മുനിയോട് ചോദിച്ചു. അപ്പോൾ മുനി ഇങ്ങനെ മറുപടി പറഞ്ഞു: ലോക ആരംഭത്തിൽ ആദ്യമുണ്ടായത് ബ്രഹ്മാവാണ്. ആ കാലത്ത് നിർമ്മലമായ ശരീരം ബ്രഹ്മാവ് നിർമ്മിച്ചു. ഒപ്പം തന്നെ ശരിയായ ധർമ്മം അറിയാനായി ധർമ്മശാസ്ത്രങ്ങളും നിർമ്മിച്ചു. എല്ലാ മനുഷ്യരും അന്ന് വ്രതനിഷ്ഠയുള്ളവരായിരുന്നു. പുണ്യാത്മാക്കളും ദീർഘായുഷ്മാന്മാരും സത്യനിഷ്ഠരുമായ അവരുടെ സങ്കല്പങ്ങളൊന്നും നിഷ്ഫലമായതുമില്ല. സ്വതന്ത്രമായി ആകാശത്തിലൂടെ സഞ്ചരിക്കാനും അവർക്ക് കഴിയുമായിരുന്നു. സ്വേച്ഛാമൃത്യുക്കളായിരുന്നു. ഇഷ്ടമുള്ളപ്പോൾ മരിക്കാം. അങ്ങനെയായിരുന്നു. തുടർന്ന് മനുഷ്യർ ഭൂമിയിൽ മാത്രമായി അവരുടെ സഞ്ചാരം. 1000 വർഷത്തോളം ജീവിച്ചിരുന്ന ആ മനുഷ്യർ കാലക്രമേണ ഭൂമിയിൽ മാത്രം സഞ്ചരിക്കാൻ തുടങ്ങി. അവരിൽ തുടർന്ന് കാമക്രോധാദികൾ ഉടലെടുത്തു. ചതിയും വഞ്ചനയും അവർ ജീവിതോപായമാക്കാൻ തുടങ്ങി. ലോഭമോഹങ്ങൾക്കവർ അധീനരായി. വിഭിന്ന ജീവികളായുള്ള ജനനവും മരണവും അവരെ ദുഃഖിപ്പിച്ചു. അവരുടെ സങ്കല്പങ്ങളും ജ്ഞാനവുമെല്ലാം നിഷ്പ്രഭമായി. മാത്രമല്ല, ഓർമ്മശക്തി കുറഞ്ഞു വന്നു. പരസ്പരം സംശയിച്ചു. പാപകർമ്മങ്ങളിൽ മുഴുകിയ അവരുടെ കർമ്മങ്ങൾക്ക് യുക്തമായ നേട്ടവും ഉണ്ടായില്ല. ഈ ലോകത്തിൽ ജീവന് കർമ്മങ്ങൾക്കനുസൃതമായ ഗതിയാണ് ലഭിക്കുക. പുണ്യപാപകർമ്മങ്ങൾക്ക് നിശ്ചിതമായ ഫലം അനുഭവിക്കുന്ന ജീവന് സുഖദുഃഖങ്ങളെ ഒഴിവാക്കാൻ കഴിയുന്നില്ല. ഇവിടെ സുഖമനുഭവിക്കുന്നവർ പരലോകത്ത് ദുഃഖമനുഭവിക്കുന്നു. ചിലർ പരലോകത്ത് സുഖങ്ങൾ അനുഭവിക്കുകയും ഇഹലോകത്ത്
ദുഃഖിക്കുകയും ചെയ്യുന്നു. ചിലർക്കാവട്ടെ അവിടെയും ഇവിടെയും സുഖം ലഭിക്കുന്നു, അവിടെയും ഇവിടെയും ദുഃഖവും അനുഭവിക്കുന്നു. സമ്പന്നൻ ശരീരത്തെ സജ്ജമാക്കി എന്നും ആനന്ദിക്കുന്നു. ശാരീരിക സുഖങ്ങളിൽ മാത്രം ശ്രദ്ധിക്കുന്ന അത്തരക്കാർക്ക് ഈ ലോകത്തിൽ മാത്രം സുഖം ലഭിക്കുന്നു. യോഗ സാധനങ്ങൾ ചെയ്തു തപസ്സിൽ മുഴുകി സ്വാധ്യായ തത്പരരായ അഹിംസാവ്രതത്തോടെ ജിതേന്ദ്രിയന്മാരായിട്ട് ശരീരത്തെ ദുർബലമാക്കുന്നവർക്ക് ഇഹലോകത്ത് സുഖമില്ല. പരലോകത്താണ് അവർക്ക് സുഖം. ആദ്യം ധർമ്മത്തിൽ മുഴുകി ധർമാനുസൃതമായി ധനം സമ്പാദിച്ച് യഥാകാലം വിവാഹിതരായി യാഗാദി കർമ്മങ്ങൾക്കായി ആ ധനം ചെലവ് ചെയ്യുന്നവർക്ക് ഇഹലോകത്തിലും പരലോകത്തിലും സൗഖ്യം ലഭിക്കുന്നു. വിദ്യയ്ക്കോ തപസ്സിനോ ദാനത്തിനോ വേണ്ടി ക്ലേശിക്കാതെ വിഷയസുഖങ്ങൾക്ക് മാത്രം വേണ്ടി പ്രയത്നിക്കുന്നവർക്ക് ഈ ലോകത്തിലും പരലോകത്തിലും സൗഖ്യമില്ല, ദുഃഖം മാത്രമേ ഉള്ളൂ. രാജാവേ, നിങ്ങളൊക്കെ പരാക്രമശാലികളും സത്യനിഷ്ഠരുമാണല്ലോ. ദേവകാര്യത്തിനു വേണ്ടിയാണ് നിങ്ങളുടെ ജനനം. മഹത്തായ കർമ്മങ്ങൾ കൊണ്ട് ദേവന്മാരെയും മഹർഷിമാരെയും തൃപ്തിപ്പെടുത്തിയിട്ട് നിങ്ങൾ ശ്രേഷ്ഠമായ ലോകത്തേക്ക് തന്നെ പോകും. ഇന്നത്തെ ഈ കഷ്ടപ്പാടുകൾ കണ്ട് സംശയിക്കേണ്ട. ഈ ദുഃഖങ്ങൾ വരാനിരിക്കുന്ന സുഖങ്ങൾക്ക് കാരണമാകും. യുധിഷ്ഠിരന് ഇതെല്ലാം കേട്ട് സമാധാനമായി. എന്തായാലും ഈ ചെയ്യുന്ന സത്കർമ്മങ്ങൾക്കൊക്കെ സുഖം ലഭിക്കുക തന്നെ ചെയ്യുമെന്ന് മാർക്കണ്ഡേയ മുനി അരുളി ചെയ്യുകയും ചെയ്തല്ലോ. അപ്പോഴാണ് ശ്രേഷ്ഠരായ ബ്രാഹ്മണരുടെ മഹത്വം കേൾക്കാൻ ആഗ്രഹമുണ്ടെന്ന് മാർക്കണ്ഡേയ മുനിയോട് പാണ്ഡവർ പറഞ്ഞത്. മാർക്കണ്ഡേയ മുനി ഇങ്ങനെ പറഞ്ഞു: ഹേഹൈ വംശത്തിൽ ജനിച്ച പരപുരഞ്ജയൻ എന്ന ക്ഷത്രിയ രാജകുമാരൻ ഒരിക്കൽ നായാട്ടിനായി വനത്തിലേക്ക് എത്തിച്ചേർന്നു. വൃക്ഷലതാദികൾ നിറഞ്ഞ ആ ഒരു വനഭൂമിയിലൂടെ സഞ്ചരിക്കവേ കറുത്ത മാൻതോൽ പുതച്ചുകൊണ്ട് ഇരിക്കുന്ന മുനിയെ അമ്പെയ്തു. അതിൽ ആ മുനി അവിടെ പിടഞ്ഞു വീണ് മരിച്ചുവെന്ന് കരുതി. പരപുരഞ്ജയൻ തെറ്റിദ്ധരിച്ചു. അങ്ങനെ ബ്രഹ്മഹത്യയല്ലേ ചെയ്തിട്ടുള്ളത്, മുനിയോട് ചെന്ന് പറയാം എന്ന് വിചാരിച്ച് കശ്യപപുത്രനായ അരിഷ്ടനേമിയുടെ ആശ്രമത്തിലെത്തി പറഞ്ഞപ്പോഴുണ്ട് അതാ ആ അമ്പെയ്ത ആ മുനി അവിടെ ജീവനോടെ നിൽക്കുന്നു. മുനികുമാരൻ ജീവിച്ചിരിക്കുന്നത് കണ്ട് അവർ അത്ഭുതപ്പെട്ടു. ഇതെങ്ങനെ സംഭവിച്ചു? മൃത്യുവിന് തന്റെ ശക്തി ഞങ്ങളിൽ പ്രയോഗിക്കുവാനാവുകയില്ല. ഞങ്ങൾ ബ്രാഹ്മണരാണ്. എന്താണ് അതിന് കാരണം എന്ന് പറഞ്ഞു തരാം. ഞങ്ങൾ എപ്പോഴും സത്യം പറയുന്നു, ധർമ്മം പാലിക്കുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് മരണഭയമില്ല. ശുഭകർമ്മങ്ങളെപ്പറ്റി മാത്രം ഞങ്ങൾ ചർച്ച ചെയ്യുന്നു. അതിഥികൾക്ക് ആഹാരവും ജലവും നൽകുന്നു. ഞങ്ങളുടെ സംരക്ഷണയിലുള്ളവർക്ക് ഭക്ഷണം നൽകിയിട്ട് മിച്ചമുള്ളത് ഞങ്ങൾ ഭക്ഷിക്കുന്നു. ശമം, ധമം, തീർത്ഥസേവനം, ക്ഷമാദാനം എന്നീ കാര്യങ്ങൾ ഞങ്ങൾ എപ്പോഴും പാലിക്കുന്നു, തത്പരരും ആണ്. പവിത്രമായ സ്ഥലത്ത് ഞങ്ങൾ വസിക്കുന്നു. ഇക്കാരണത്താൽ ഞങ്ങൾക്ക് മൃത്യുഭയമില്ല. ബ്രഹ്മഹത്യാ പാപം ഉണ്ടായി എന്ന പേടിയില്ലാതെ ഇനി നിങ്ങൾക്ക് പോകാം. ഇത് കേട്ടിട്ട് ആ ക്ഷത്രിയൻ അരിഷ്ടനേമിയെ വണങ്ങിക്കൊണ്ട് തിരിച്ചുപോയി. ഇതാണ് മാർക്കണ്ഡേയ മുനി പാണ്ഡവരോട് ബ്രാഹ്മണരെ കുറിച്ച് പറഞ്ഞ കഥ. ബ്രാഹ്മണരുടെ മഹത്വം വിശദീകരിക്കുകയാണ് മുനി ഇവിടെ ചെയ്തത്. ഇനി ഒരു പെരുമീനിന്റെ കഥ കേൾക്കാം. ആരാണ് വൈവസ്വത മനു? പാണ്ഡവർ മാർക്കണ്ഡേയ മുനിയോട് ചോദിക്കുകയാണ്. സൂര്യനെ വിവസ്വാൻ എന്നുകൂടി പറയുന്നുണ്ട്. സൂര്യന് പ്രതാപശാലിയായ ഒരു പുത്രനുണ്ടായിരുന്നു. അദ്ദേഹം പ്രജാപതിമാരെ പോലെ കാന്തിമാനായ ഒരു മഹർഷിയായിരുന്നു. ബദരികാശ്രമത്തിൽ പോയി അദ്ദേഹം ഒറ്റക്കാലിൽ 10,000 വർഷം കഠിന തപസ് ചെയ്തു. ചീരിണി എന്ന നദിയുടെ തീരത്ത് തപസ്സിൽ മുഴുകിക്കഴിഞ്ഞിരുന്ന അദ്ദേഹത്തോട് ഒരിക്കൽ ഒരു മത്സ്യം വന്നു പറഞ്ഞു: മഹാത്മൻ, ഞാനൊരു ചെറു മത്സ്യമാണ്. ഈ നദിയിലെ വൻ മത്സ്യങ്ങളെ കണ്ടിട്ട് എനിക്ക് പേടിയാവുന്നു. ദയവ് ചെയ്ത് അങ്ങ് എന്നെ രക്ഷിക്കണം. വൈവസ്വത മനുവിന് ദയ തോന്നി. അദ്ദേഹം ആ മത്സ്യത്തെ കയ്യിലെടുത്ത് കൊണ്ടുവന്ന് ഒരു വലിയ പാത്രത്തിൽ വെള്ളം നിറച്ച് അതിലിട്ടു. പുത്രനിർവിശേഷമായ സ്നേഹത്തോടെ സംരക്ഷിക്കുകയാൽ അല്പകാലം കൊണ്ട് തന്നെ ആ മത്സ്യം വളർന്ന് വലുതായി. മത്സ്യത്തിന്റെ അപേക്ഷയെ മാനിച്ച് മനു അതിനെ ഒരു വാൽ കിണറ്റിലിട്ടു. വർഷങ്ങൾ പലത് കഴിഞ്ഞു. ആ വാൽ കിണർ മത്സ്യത്തിന് പോരാതെയായി. അപ്പോൾ മനു അതിനെ കൊണ്ടുപോയി ഗംഗാ നദിയിലിട്ടു. അവിടെയും അത് വളർന്നു. അപ്പോൾ വീണ്ടും
മനു സമുദ്രത്തിൽ കൊണ്ടുപോയി ഇടാൻ തീരുമാനിച്ചു. മത്സ്യത്തിന് സന്തോഷമായി. നിങ്ങൾ എന്നെ സംരക്ഷിച്ചു, വളരെ നന്നായി തന്നെ. അതുകൊണ്ട് ഞാൻ ഇനി വരാൻ പോകുന്ന ഒരു കാര്യം നിങ്ങളോട് പറയാം. ഏറെ താമസിയാതെ ഈ ലോകത്ത് പ്രളയമുണ്ടാകും. ഈ ഭൂമിയാകെ വെള്ളത്തിൽ മുങ്ങിപ്പോകും. അതുകൊണ്ട് ഉറപ്പുള്ള ഒരു വലിയ വള്ളം തയ്യാറാക്കണം. നല്ല ബലമുള്ള ഒരു കയർ വള്ളത്തിൽ കെട്ടണം. സപ്തർഷികളെ കൂട്ടിക്കൊണ്ട് നിങ്ങൾ അതിൽ ഇരുന്നു കൊള്ളുക. ആഹാരവും സസ്യങ്ങളുടെ വിത്തുകളും ശേഖരിച്ച് വേറെ വേറെ നിങ്ങൾ സൂക്ഷിച്ചു വെക്കണം. പ്രളയമാകുമ്പോൾ വള്ളത്തിൽ എന്നെ പ്രതീക്ഷിച്ചിരുന്നു കൊള്ളണം. വേണ്ട സമയത്ത് ഞാൻ കൊമ്പുള്ള ഒരു വൻ മത്സ്യത്തിൻ്റെ രൂപത്തിൽ വരും. അത് കണ്ട് എന്നെ തിരിച്ചറിഞ്ഞു കൊള്ളണം. ഇപ്പോൾ ഞാൻ പോകുന്നു. അങ്ങനെ മത്സ്യം പോയി. പ്രളയത്തിൽ നിന്നും രക്ഷിക്കാൻ മത്സ്യം പറഞ്ഞ കാര്യങ്ങളൊക്കെ മനു ചെയ്തു. സപ്തർഷികളെയും കൊണ്ട് യാത്ര തുടർന്നു. നൗകയിൽ മത്സ്യം വന്ന് അവരെ കുറേ ദൂരം വലിച്ചു കൊണ്ടുപോയി. തുടർന്ന് ഹിമാലയ പർവ്വതത്തിൻ്റെ ഒരു ഭാഗത്ത് കൊണ്ടുപോയി വള്ളം കെട്ടിയിട്ടു. അതിപ്പോഴും നൗകാബന്ധനം എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട്, ആ ഒരു പർവ്വത ശിഖരം. തുടർന്ന് മത്സ്യം ഇങ്ങനെ പറഞ്ഞു: നിങ്ങളെ രക്ഷിച്ചത് ഞാനാണ് പ്രജാപതി. ഞാനാണ് നിങ്ങളെ മത്സ്യരൂപം പൂണ്ട് രക്ഷിച്ചത്. ഇനി ഈ മനു തന്നെ ചരാചരാത്മകമായ ഒരു ലോകം സൃഷ്ടിക്കട്ടെ. ലോക സൃഷ്ടിക്കുള്ള കഴിവ് തപസ്സുകൊണ്ട് നേടാം. പ്രജാസൃഷ്ടി നടത്തുമ്പോൾ മമതാമോഹങ്ങൾ ഉണ്ടാകാതിരിക്കാൻ എൻ്റെ അനുഗ്രഹമുണ്ടാകും. മത്സ്യം ഇങ്ങനെ പറഞ്ഞു. അനന്തരം ആ മഹാമത്സ്യം മറഞ്ഞു. സൃഷ്ടി നടത്താൻ ആഗ്രഹിച്ച മനു കൊടും തപസ് ചെയ്ത് അതിനുള്ള ശക്തി നേടി. പിന്നീട് സൃഷ്ടി തുടങ്ങി. ആദികൽപ്പത്തിലെ പോലെ തന്നെ പ്രജകളെ സൃഷ്ടിച്ചു. മഹാഭാരത കഥകൾ പറയുന്നതും കേൾക്കുന്നതും പുണ്യമത്രേ. കഥ പറയുന്നത് തുടരുകയാണ്. അടുത്ത ഭാഗത്ത് ശ്രീകൃഷ്ണന്റെ മഹിമയുമായി കാണാം.